റഡാർ തകരാർ മൂലം യുകെയിലെ എല്ലാ വിമാനങ്ങളും നിർത്തിവെച്ചു. റഡാർ സംവിധാനം തകരാറായതിനെ തുടർന്ന് ലണ്ടനിലെ വിമാന സർവീസുകൾ താറുമാറായ സംഭവത്തിൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ട്. വിശദീകരണം ആവശ്യപ്പെട്ട് എയർലൈൻ കമ്പനികൾ. ഇന്ത്യക്ക് 25% താരിഫ് ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അധിക പിഴയും ചുമത്തുമെന്ന് ഭീഷണി. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% തീരുവയും അധിക പിഴയും ചുമത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിൽ ആദ്യ പ്രതികരണവുമായി ഇന്ത്യ. പാകിസ്ഥാന്റെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിനായി നിർണായക കരാർ ഒപ്പിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലഫ്റ്റനന്റ് ജനറൽ റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദ് ബിൻ മുഹമ്മദ്. സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർക്ക് രാജ്യം വിടാൻ സൗദി 30 ദിവസം കൂടി. ഒമാൻ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഫ് അൽ സൗദ് ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസനും കൂടിക്കാഴ്ച നടത്തി. സ്വാതന്ത്ര്യദിന അവധിയോടനുബന്ധിച്ചും ഓണത്തോടനുബന്ധിച്ചും ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിൻ സർവീസുകൾ അനുവദിച്ച് ദക്ഷിണ പശ്ചിമ റെയിൽവേ. വാർത്തകൾ വിശദമായി. റഡാർ തകരാർ മൂലം യുകെയിൽ മിക്കവാറും എല്ലാ വിമാനങ്ങളും നിർത്തിവെച്ചു. റഡാർ തകരാർ മൂലം എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് വിമാനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ബുധനാഴ്ച യുകെയിലെ മിക്കവാറും എല്ലാ വിമാനങ്ങളും നിർത്തിവെച്ചു. ഈ തകരാർ മൂലം യൂറോപ്പിലെ ലണ്ടൻ ഹീത്രോ വിമാനത്താവളം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും പ്രവർത്തനരഹിതമായി. ആയിരക്കണക്കിന് ആൾക്കാരെ ഇത് അതീവ ദുരിതത്തിലാക്കി. UK സമയം വൈകുന്നേരം 4 മണിയോടെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ഈ രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടായത്. ഹീത്രോ മാത്രമല്ല, യുകെയിലെ രണ്ടാമത്തെ തിരക്കേറിയ വിമാനത്താവളമായ ലണ്ടൻ ഗാറ്റ്വിക്കിനെയും ഈ അനിശ്ചിതത്വം ബാധിച്ചു. മാഞ്ചസ്റ്റർ, ബർമിംഗ്ഹാം, എഡിൻബർഗ്, ലണ്ടനിലെ ലൂട്ടൺ, സിറ്റി സ്റ്റാൻഡ് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളെയും ഇത് ബാധിച്ചു. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ലണ്ടൻ നിയന്ത്രണ മേഖലയിൽ പറക്കുന്ന വിമാനങ്ങളുടെ എണ്ണം തങ്ങൾ പരിമിതപ്പെടുത്തുന്നു. അതാണ് എപ്പോഴും തങ്ങളുടെ പ്രഥമ പരിഗണന എന്നാണ് തടസ്സം സ്ഥിരീകരിച്ചുകൊണ്ട് നാറ്റ്സ് പ്രസ്താവനയിൽ പറഞ്ഞത്. ഏകദേശം 1 മണിക്കൂറിന് ശേഷം നാറ്റ്സ് തങ്ങളുടെ സിസ്റ്റങ്ങൾ പുനഃസ്ഥാപിച്ചതായി വ്യക്തമാക്കി. അതിനുശേഷമാണ് വ്യോമ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തിയത്. എന്നാൽ നഷ്ടപരിഹാര തുക പൂർണ്ണമായും കൊടുക്കാൻ കമ്പനി അധികൃതർ തയ്യാറായില്ല. ബുധനാഴ്ച വൈകുന്നേരം വരെ സാധാരണ പുറപ്പെടൽ വരവുകളുടെയും 2 ഭാഗത്തേക്ക് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ബ്രിട്ടീഷ് എയർവേസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു പ്രശ്നം ഉണ്ടായതിന്റെയും അത് പരിഹരിക്കാൻ സമയം എടുത്തതിന്റെയും പേരിൽ എയർ ട്രാഫിക് കൺട്രോൾ മേധാവി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി തുടരുകയാണ്. റഡാർ തകരാറ് മൂലം എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് വിമാനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ബുധനാഴ്ച പ്രാദേശിക സമയം യുകെയിൽ മിക്കവാറും എല്ലാ വിമാനങ്ങളും നിർത്തിവെച്ചു. ഈ തകരാർ മൂലം യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളവും ബ്രിട്ടീഷ് എയർവേസിന്റെയും വിർജിൻ അറ്റ്ലാന്റിക്കിന്റെയും ആസ്ഥാനവുമായ ലണ്ടൻ ഹീത്രോ വിമാനത്താവളം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും പ്രവർത്തനരഹിതമായി എന്ന് വേണം പറയാൻ. ആയിരക്കണക്കിന് യാത്രക്കാർക്ക്, അതും കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആൾക്കാരെ ഇത് അതീവ ദുരിതത്തിലാക്കി. നീണ്ട മണിക്കൂറുകൾ വിമാനത്താവളത്തിൽ കുടുങ്ങിയവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ സംഭവം സൃഷ്ടിച്ചതെന്ന് പറയാതെ വയ്യ. UK സമയം വൈകുന്നേരം 4 മണിയോടെ, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ഈ രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടായത്. ഹീത്രോയെ മാത്രമല്ല, യുകെയിലെ രണ്ടാമത്തെ തിരക്കേറിയ വിമാനത്താവളമായ ലണ്ടൻ ഗാറ്റ്വിക്കിനെയും ഈ അനിശ്ചിതത്വം ബാധിച്ചു. മാഞ്ചസ്റ്റർ, ബർമിംഗ്ഹാം, എഡിൻബർഗ്, ലണ്ടനിലെ ലൂട്ടൺ സ്റ്റാൻഡേർഡ് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളെയും ഇത് ബാധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ എയർ ട്രാഫിക് ഗതാഗത പാതയായ ഹീത്രോയിൽ നിന്ന് ഒരു വിമാനവും പുറപ്പെടുന്നില്ല എന്നും തെക്കൻ ഇംഗ്ലണ്ടിന് മുകളിലൂടെ ആകാശത്ത് ഒരു വിമാനവും പറക്കുന്നില്ല എന്നും ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ വ്യക്തമാക്കി. ചുരുക്കത്തിൽ, അക്ഷരാർത്ഥത്തിൽ യുകെയിലെ ആകാശപാത ആകെ നിശ്ചലമായി എന്ന് വേണം പറയാൻ. ഇംഗ്ലണ്ടിന്റെ തെക്കു ഭാഗത്തുള്ള സതാംപ്ടണിന് പുറത്തുള്ള സ്വാൻവിക് എയർ ട്രാഫിക് കൺട്രോൾ സെന്ററിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്വാൻവിക്കിൽ നിന്ന് ഒരു ദിവസം 5500 വിമാനങ്ങൾ ലണ്ടനിലേക്ക് വരികയോ ഇംഗ്ലണ്ടിനും വെയിൽസിനും ഇടയിൽ യാത്ര ചെയ്യുകയോ ചെയ്യുന്നതാണ്. എന്നാൽ മുഴുവൻ വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി വിമാനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് അധികൃതർ പുറത്തുവിട്ടത്. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ലണ്ടൻ നിയന്ത്രണ മേഖലയിൽ പറക്കുന്ന വിമാനങ്ങളുടെ എണ്ണം ഞങ്ങൾ പരിമിതപ്പെടുത്തുന്നു. അതാണ് എപ്പോഴും ഞങ്ങളുടെ പ്രഥമ പരിഗണന എന്നാണ് തടസ്സം സ്ഥിരീകരിച്ചുകൊണ്ട് നാറ്റ്സ് പ്രസ്താവനയിൽ പറഞ്ഞത്. വിമാനങ്ങൾ നിലച്ച സംഭവത്തിൽ വിവിധ എയർലൈൻ കമ്പനികൾ വിശദീകരണം ആവശ്യപ്പെട്ടു. ബ്രിട്ടൻ വ്യോമയാന നിയന്ത്രണ സംവിധാനമായ നാറ്റ്സിന് സംഭവിച്ച സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിമാനങ്ങൾ നിലച്ച സംഭവത്തിൽ വിവിധ എയർലൈനുകൾ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രശ്നത്തിൽ നാറ്റ്സ് ഖേദം പ്രകടിപ്പിച്ചു. കൂടാതെ 20 മിനിറ്റിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചുവെന്ന് വ്യക്തമാക്കിയിരുന്നു. തകരാറിനെ തുടർന്ന് നിരവധി വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയും
1000-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഹീത്രോ എയർപോർട്ടിൽ നിന്നുള്ള 4 ഡിപ്പാർച്ചറുകളും 6 അറൈവലുകളും ഉൾപ്പെടെ 10 വിമാനങ്ങൾ റദ്ദാക്കിയതായും വെബ്സൈറ്റിൽ വ്യക്തമാക്കി. റഡാർ സംവിധാനം തകരാറായതിനെ തുടർന്ന് ലണ്ടനിലെ വിമാന സർവീസുകൾ താറുമാറായ സംഭവത്തിൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ട്. റഡാർ തകരാറിനെ എയർലൈന്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള ഒരു അസാധാരണ സാഹചര്യമായി തരം തിരിക്കുന്നതിലാണ് നഷ്ടപരിഹാരത്തിന് സാധ്യതയില്ലെന്ന കാര്യം പറഞ്ഞാണ് കമ്പനികൾ പ്രശ്നത്തിൽ നിന്നും തലയൂരുന്നത്. നമസ്കാരം. റഡാർ സംവിധാനം തകരാറായതിനെ തുടർന്ന് ലണ്ടനിലെ വിമാന സർവീസുകൾ താറുമാറായ സംഭവത്തിൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ട്. റഡാർ തകരാറായത് എയർലൈൻ നിയന്ത്രണത്തിന് പുറത്തുള്ള ഒരു അസാധാരണ സാഹചര്യമായി തരം താഴ്ത്തിയിരിക്കുന്നതിനാലാണ് നഷ്ടപരിഹാരത്തിന് സാധ്യതയില്ല എന്ന കാര്യം വ്യക്തമാക്കി കമ്പനികൾ പ്രശ്നത്തിൽ നിന്നും തലയൂരുന്നത്. കാലതാമസത്തിന്റെ ദൈർഘ്യം അനുസരിച്ച് യാത്രക്കാർക്ക് ഭക്ഷണത്തിനോ ഹോട്ടൽ താമസത്തിനോ അവകാശമുണ്ട്. ഈ ചെലവുകൾ എയർലൈനിൽ നിന്നും തിരികെ ലഭിക്കും. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ലണ്ടനിലെ വ്യോമ ഗതാഗതത്തെ താറുമാറാക്കിയ റഡാർ തകരാർ ഉണ്ടായത്. ഈ തകരാർ കാരണം നിരവധി യാത്രക്കാരാണ് UK-യിലെ വിമാനത്താവളങ്ങൾ കുടുങ്ങിക്കിടന്ന് ദുരിതം അനുഭവിച്ചത്. എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് വിമാനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്നായിരുന്നു പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഏതാണ്ട് 20 മിനിറ്റ് നീണ്ടുനിന്ന റഡാർ തകരാറാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. ഹാംഷെയറിലെ സോൺവിക്കിലുള്ള നിയന്ത്രണ കേന്ദ്രത്തിലാണ് സാങ്കേതിക പ്രശ്നമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. ലണ്ടനിലെ വ്യോമാതിർത്തി 1 മണിക്കൂറിലധികം അടച്ചിട്ടിരുന്നു. നിലവിൽ പ്രശ്നങ്ങൾ എയർ ട്രാഫിക് കൺട്രോൾ പ്രൊവൈഡൻസ് നാറ്റ്സ് എഞ്ചിനീയർമാർ പ്രശ്നം പരിഹരിച്ചെന്നും പ്രവർത്തനങ്ങൾ പഴയ രീതിയിലാക്കിയിട്ടുണ്ട് എന്നുമാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യക്ക് 25% താരിഫ് ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അധിക പിഴയും ചുമത്തുമെന്നും ട്രംപ് അറിയിച്ചു. തന്റെ ഔദ്യോഗിക ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വർഷങ്ങളായി വ്യാപാര ബന്ധം തുടരുന്നുണ്ടെങ്കിലും ഈയിടെയായി ഇന്ത്യയുമായി താരതമ്യേന ചെറിയ ബിസിനസ് മാത്രമേ US ചെയ്തിട്ടുള്ളൂ. കാരണം ഇന്ത്യയുടെ താരിഫുകൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണെന്ന് കുറ്റപ്പെടുത്തിയ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യ നമ്മുടെ സുഹൃത്താണെന്നും കുറിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% തീരുവയും അധിക പിഴയും ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിൽ ആദ്യ പ്രതികരണവുമായി ഇന്ത്യ ഈ നീക്കത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വിശദമായി പഠിക്കുകയാണെന്നും ദേശീയ താൽപര്യം സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു. US-മായി ന്യായമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിനായി നിർണായക കരാർ ഒപ്പിട്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാനിലെ എണ്ണപ്പാട വികസനത്തിന് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഭാവിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്ന കാലമുണ്ടായേക്കാമെന്നും ട്രംപ് പ്രതികരിച്ചു. ഇന്ത്യക്കുമേൽ 25% താരിഫ് ചുമത്തിയതായുള്ള പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ സുപ്രധാന പ്രഖ്യാപനം വന്നത്. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് കാനഡയും. ഇതോടെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് അടുത്തിടെ പ്രഖ്യാപിക്കുന്ന 3ാമത്തെ G7 രാജ്യമായി കാനഡ. നേരത്തെ ഫ്രാൻസും പിന്നാലെ ബ്രിട്ടനും സമാനമായ പ്രഖ്യാപനം നടത്തിയിരുന്നു. കാനഡ സെപ്റ്റംബറിൽ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം നടത്തും. എന്നാൽ ഹമാസിന്റെ പിന്തുണയില്ലാതെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന പലസ്തീൻ അതോറിറ്റി തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചായിരിക്കും പ്രഖ്യാപനമെന്നും പ്രധാനമന്ത്രി മാർക്ക് കാർണി കൂട്ടിച്ചേർത്തു. പലസ്തീനെ അംഗീകരിക്കുമെന്ന കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. കാനഡയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇനി ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ലോക രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 1 അടുത്തിരിക്കെയാണ് ട്രംപിന്റെ വക ഭീഷണി.